നമസ്കാരം. പിണറായിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് മറുനാടനാണ്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ക്രോണികളും ചേർന്ന് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും പ്രീണനത്തിൻ്റെയും ഒക്കെ ഒരു ന്യൂക്ലിയസ് ആക്കി മാറ്റിയതിനെയാണ് ഞങ്ങൾ പിണറായിസം എന്ന് വിശേഷിപ്പിച്ചത്. പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ സൈബർ ലിഞ്ചിങ് ആണ്. പിണറായി ആരെങ്കിലും എതിർത്താൽ, പിണറായിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ പറഞ്ഞാൽ അവരെ സ്കെച്ച് ചെയ്തുകൊണ്ട് അവർക്ക് ചാപ്പ കൊടുത്ത് അവരെ ഏതറ്റം വരെ പോയി ആക്രമിക്കുക. ഇതായിരുന്നു സൈബർ പടയുടെ രീതി. അതിൻ്റെ തലവനായിരുന്നു PV അൻവർ. PV അൻവറിൻ്റെ നേതൃത്വത്തിലാണ് മാധ്യമപ്രവർത്തകരെ പോലും വേട്ടയാടിയത്. ഏഷ്യാനെറ്റിനെയും മറുനാടനെയും ഒക്കെ സ്കെച്ച് ചെയ്ത് അനാവശ്യമായ പട്ടങ്ങൾ ചാർത്തി ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പിണറായിയുടെ വിമർശകരെയൊക്കെ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിനെതിരെയും മറുനാടിനെതിരെയും കള്ളക്കേസുകൾ കൊടുത്തു. പിണറായിയെ വിമർശിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറുടെ തലയിൽ കക്കൂസിലെ വെള്ളം കൊണ്ടൊഴിക്കും എന്ന് പ്രഖ്യാപിച്ചു. അതിൽ തന്നെ ടാർഗറ്റ് ചെയ്ത് സ്കെച്ച് ചെയ്ത് മുന്നറിയിപ്പ് നൽകി ഇല്ലാതാക്കാൻ അൻവറും CPM സൈബർ കൂട്ടങ്ങളും രംഗത്തിറങ്ങിയത് മറുനാടനെയാണ്. നാട് നീളെ പരാതി കൊടുത്ത് പിണറായിയുടെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് മറുനാടിനെ വേട്ടയാടി കൊല്ലാനുള്ള എല്ലാ നീക്കവും നടത്തിയത് അൻവറാണ്. അതിനുവേണ്ടി മുസ്ലിം വിരുദ്ധൻ എന്നും വർഗീയവാദി എന്നുമൊക്കെയുള്ള ചാപ്പ കുത്തി. വാസ്തവത്തിൽ കടുത്ത വർഗീയവാദിയായ അഴിമതിയുടെ രാജാവായ PV അൻവർ അയാളുടെ അഴിമതിക്കെതിരെയും അയാളുടെ ഭീഷണിക്കെതിരെയും ഒക്കെ രംഗത്ത് വന്നതുകൊണ്ടാണ് മറുനാടൻ്റെ ശബ്ദമില്ലാതാക്കാൻ ശ്രമിച്ചത്. ആ യുദ്ധത്തിൽ വിജയിച്ചത് മറുനാടനായിരുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ സത്യം ജയിച്ചു. PV അൻവറിന് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി വിട്ട് പുറത്തേക്ക് പോവേണ്ടി വന്നു. അൻവർ പാർട്ടി വിട്ടപ്പോൾ പിണറായിക്കെതിരെ ചീത്ത വിളിച്ചപ്പോൾ പിണറായി വിരുദ്ധ വികാരം ശക്തമായിരുന്നതുകൊണ്ടും അൻവറിനെ ചില തീവ്ര മതസംഘടനകളുടെ പിന്തുണയുള്ളതുകൊണ്ടും വലിയ തോതിൽ ആൾക്കൂട്ടം അൻവർക്കൊപ്പമെത്തി. അത് വെച്ച് അൻവർ 3 MLA സ്ഥാനവും ഒരു മന്ത്രിസ്ഥാനവും ഒക്കെ വേണം എന്ന് പറഞ്ഞ് വിലപേശലിനിറങ്ങി UDF-മായി. VD സതീശന്റെ ചങ്കൂറ്റമുള്ള നിലപാട് മൂലം അത് സാധിക്കാതെ പോയി. ഒടുവിൽ അൻവർ UDF-നെ ഭയപ്പെടുത്താൻ, UDF-ന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങി. പക്ഷെ അൻവർ നേടിയെടുത്തത് കേവലം 19,000 വോട്ട് മാത്രമാണ്. എന്ന് മാത്രമല്ല, അൻവർ തോൽപ്പിക്കാൻ ശ്രമിച്ച ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തു. ഇതോടുകൂടി അൻവർ പത്തി താഴ്ത്തി. CPM നിന്ന് പുറത്തിറങ്ങി UDF-ൽ ഒപ്പം ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സീറ്റ് തരണം എന്നാവശ്യപ്പെട്ട് UDF നേതാക്കളുടെ കാല് പിടിച്ചു. അങ്ങനെയാണ് UDF ഒരിക്കലും ജയിക്കില്ല എന്നുറപ്പുള്ള കോഴിക്കോട് ബേപ്പൂർ അൻവറിന് നൽകിയത്. ആലോചിച്ച് നോക്കൂ എന്തൊരു ഗതികേടാണെന്ന്. 3 സീറ്റും മന്ത്രിസ്ഥാനവും ചോദിച്ചിറങ്ങിയ അൻവറിനെ UDF-ൽ എടുത്തില്ല എന്ന് മാത്രമല്ല, അൻവറിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഒരു അസോസിയേറ്റ് അംഗമാക്കി അൻവറിനെ ഒരിക്കലും ജയിക്കാത്ത ബേപ്പൂർ മാത്രം കൊടുത്തു. ബേപ്പൂർ താൻ ചോദിച്ചു വാങ്ങിയതാണെന്നൊക്കെ പറയും. കാരണം മറ്റൊരു സീറ്റും ചോദിച്ചിട്ട് കിട്ടില്ല എന്ന് വന്നപ്പോൾ പിന്നെ ധീരത നടിക്കാൻ ബേപ്പൂർ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ബേപ്പൂരിൽ കാലേക്കൂട്ടി രംഗത്തിറങ്ങി പ്രചരണം കൊഴുപ്പിച്ചു. സകല വർഗീയവാദികളെയും മൗലികവാദികളെയും കൂടെ കൂട്ടി ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കി തീവ്ര വർഗീയത പറഞ്ഞ് അൻവർ മുമ്പോട്ട് പോവുകയാണ്. അൻവർ പിണറായിസത്തിനൊപ്പം മരുമോനിസം എന്ന ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്താണ് പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിനെ താഴെ ഇറക്കാൻ നീക്കം നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിനോടടുത്തപ്പോൾ അൻവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് റിയാസെ തൻ്റെ മണ്ഡലം നന്നായി നോക്കിയിരുന്നു. മികച്ച MLA എന്ന പരിഗണന മുഹമ്മദ് റിയാസിനോട് നാട്ടുകാർക്കുണ്ട്. മാത്രമല്ല, തൻ്റെ മണ്ഡലത്തിലുള്ള ഓരോ വിഷയങ്ങളും വ്യക്തിപരമായി തന്നെ കൈകാര്യം ചെയ്ത് മുഹമ്മദ് റിയാസ് മണ്ഡലത്തിൽ ആഴത്തിലുള്ള ബന്ധം വളർത്തിയിരുന്നു, പ്രത്യേകിച്ച് മണ്ഡലത്തിലെ പാവങ്ങൾക്കിടയിൽ. അൻവർ ആവട്ടെ ഫറൂഖ് പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം പ്രമാണിമാരുമായി ബന്ധം സ്ഥാപിച്ച് അവരോട് പിരിവൊക്കെ നടത്തി അവിടെ വിരുന്നുണ്ട് ബേപ്പൂരിനെ നന്നാക്കാൻ ഇറങ്ങിയതാണ്. അവിടുത്തെ സാധാരണ മനുഷ്യർക്ക് മുഹമ്മദ് റിയാസിനോട് തന്നെയാണ് അൻവറിനേക്കാൾ കൂടുതൽ താല്പര്യം. എന്ന് മാത്രമല്ല, ഇതിനിടെ വലിയൊരു ചതി അൻവർ കൂടെ കൂടിയവരോട് നടത്തി. തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. തൃണമൂൽ കോൺഗ്രസ് UDF-ന്റെ ഭാഗം എന്ന നിലയിലായിരുന്നു ആളുകളെ കൂടെ കൂട്ടിയത്. എന്നാൽ മമതാ ബാനർജിയുടെ പാർട്ടി മത്സരിക്കാൻ സ്വന്തം ചിഹ്നം പോലും കൊടുത്തില്ല. തൃണമൂൽ കോൺഗ്രസിന് ഔദ്യോഗിക ചിഹ്നമുള്ളതാണ്. ആ പാർട്ടിയെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതുമാണ്. പക്ഷേ അൻവർ മത്സരിക്കുന്നത് ഗ്യാസ് സിലിണ്ടറാണ്. അത് സ്വതന്ത്രൻ എന്ന നിലയിൽ ലഭിച്ചതാണ്. UDF സ്വതന്ത്രൻ എന്ന നിലയിലാണ് അൻവർ മത്സരിക്കുന്നത്. എന്ന് വെച്ചാൽ അൻവറിൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് UDF-മായി ഒരു ബന്ധവുമില്ല. അൻവർ UDF-ന്റെ ഒരു സ്വതന്ത്രനാണ്. തളിപ്പറമ്പിൽ ഗോവിന്ദൻ മത്സരിക്കുന്നത് പോലെ
അല്ലെങ്കിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത് പോലെ, അതുമല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കുന്നത് പോലെ ഒരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. കോൺഗ്രസ് ഇക്കുറി എടുത്ത ഏറ്റവും വലിയ സ്ട്രാറ്റജി അവർക്കൊരിക്കലും ജയിക്കാത്ത CPM കോട്ടകളിൽ CPMകാരെ നിർത്തുക എന്നതാണ്. അങ്ങനെയാണ് ജി സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായത്. ആ പരിഗണന മാത്രമേ അൻവറിനുമുള്ളൂ. UDF സ്വതന്ത്രൻ എന്ന് വെച്ചാൽ അഥവാ അൻവർ ജയിച്ചാൽ പോലും മന്ത്രിസ്ഥാനമില്ല, അൻവറിന് കൂടെ നിൽക്കുന്നവർക്കൊരു പദവിയുമില്ല. ഒരു പാർട്ടിയെ മുന്നണിയിലെടുക്കുകയോ പാർട്ടിയുമായി സഹകരിക്കുകയോ ചെയ്താൽ മാത്രമേ വാസ്തവത്തിൽ മുന്നണിയിലെ മറ്റ് പദവികൾ കിട്ടൂ. UDF അധികാരത്തിൽ വരുമ്പോൾ ആ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പല പദവികളും കിട്ടും. കോർപ്പറേഷനുകളും ബോർഡുകളും അടക്കം ഒരുപാട് പദവികൾ. എന്തിനേറെ ആശുപത്രി വികസന സമിതി എന്നൊക്കെ പറയുന്ന ചില്ലറ പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ ചില്ലറ ഉണ്ടാക്കാൻ പറ്റിയ പോസ്റ്റുകളാണ്. ഇതൊന്നും അണികൾക്ക് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ഓരോരുത്തരായി അൻവർ വിട്ടുപോകുന്നു. കോട്ടയത്ത് സീറ്റ് പ്രതീക്ഷിച്ച് വഴിയാധാരമായപ്പോൾ കേരള കോൺഗ്രസ് വിട്ട സജി മഞ്ഞക്കടമ്പൻ ഒഴികെ ഒരാളും അൻവറോടൊപ്പം ഇല്ല എന്നതാണ് വാസ്തവം. അൻവറിന്റെ പാർട്ടിയുടെ നേതാക്കളായിരുന്ന KT അബ്ദുറഹ്മാൻ, പ്രസീദ, യൂത്ത് വിഭാഗത്തിന്റെ പ്രസിഡന്റായിരുന്ന സഹീദ് തുടങ്ങിയ ഒട്ടുമിക്ക നേതാക്കളും പടിപടിയായി അൻവറെ വിട്ടുപോയി. കാരണം അൻവറിന്റെ പാർട്ടിയുടെ കൂടെ നിന്നാൽ അൻവറിന് മാത്രമേ നേട്ടമുണ്ടാവൂ, തങ്ങൾക്ക് നേട്ടമുണ്ടാവില്ല. അൻവറിന്റെ നേട്ടം പോലും ബേപ്പൂരിൽ വിജയിച്ചാൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അൻവറിനെ സകലരും കൈയൊഴിയുന്നു. അൻവറിന്റെ ഗീർവാണമെല്ലാം ചീറ്റിങ്. അൻവർ ഒരു നനഞ്ഞ പടക്കം. ഇതിനിടയിൽ അൻവറിനെതിരെ നിരന്തരം പോരാടുന്ന കൊല്ലത്തെ വ്യവസായിയായ മുരുകേഷ് നരേന്ദ്രൻ പുതിയൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അൻവർ തൻ്റെ സത്യവാങ്മൂലത്തിനൊപ്പം മുഴുവൻ സ്വത്ത് വിവരങ്ങളും ചേർത്തിട്ടില്ല, എല്ലാ കേസ് വിവരങ്ങളും ചേർത്തിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ്. അൻവറെ വിടാതെ പിന്തുടരുകയാണ് മുരുകേഷ് നരേന്ദ്രൻ. മുരുകേഷിന്റെ നിലമ്പൂരിലെ റീഗൽ എസ്റ്റേറ്റ് കയ്യേറാൻ ശ്രമിച്ചപ്പോൾ തുടങ്ങിയ യുദ്ധമാണ്. അൻവറിനെ ഈ പരുവത്തിലെത്തിച്ചതും മുരുകേഷ് തന്നെയാണ്. മുരുകേഷ് അൻവറിന്റെ പിന്നാലെയുണ്ട്. PV അൻവർ എന്ന ഒരു ബദൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി ബേപ്പൂരിൽ നിർത്തിയത് വാസ്തവത്തിൽ മുരുകേഷാണ്. മുരുകേഷിന്റെ പോരാട്ടം ഒരു വശത്ത് തുടരുകയാണ്. അൻവർ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി അവരുടെ സ്ഥാനാർത്ഥിയായി ജയിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ മുഹമ്മദ് റിയാസ് മുന്നേറ്റം നടത്തുന്നു. 13 സീറ്റിൽ 10 സീറ്റും ഇക്കുറി UDF നേടുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ആ 10 സീറ്റിൽ ബേപ്പൂരിനെ കോൺഗ്രസ്സുകാർ പോലും കണക്ക് കൂട്ടുന്നില്ല. അൻവറിന്റെ പടക്കം അടിമുടി നനഞ്ഞതും അത് പൊട്ടാൻ പോകുന്നില്ല എന്നുമാണ് ബേപ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.